പേരൻസ് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്നറിയോ? കംഫർട്ടിന് പകരം അവർ കുട്ടികൾക്ക് കൊടുക്കുന്നത് അഡ്വൈസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പേരൻസിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ എക്സാമിന് ഫെയിലായി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും കേൾക്കാൻ പോകുന്ന റെസ്പോൺസ് നെക്സ്റ്റ് ടൈം നന്നായിട്ട് പഠിക്കണം, ടൈം ടേബിൾ ഉണ്ടായിട്ട് പഠിക്കണം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ആ കുട്ടി അവിടെ ചെന്ന് പറയുന്നത് അതിന് കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനാകെ വേണ്ടത് വാലിഡേഷൻ ആണ്. അപ്പോൾ ഈ കൊടുക്കുന്ന അഡ്വൈസ് ഒന്നും ആ കുട്ടിയുടെ തലയിലേക്ക് ആക്ച്വലി കയറാൻ പോകുന്നില്ല. ഒരാൾ ഇമോഷണൽ പെയിനിൽ കൂടെ ഗോ ത്രൂ ചെയ്യുമ്പം അവരുടെ അമിഗ്ഡല ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും ബ്രെയിനിൽ. അപ്പോൾ സ്ട്രെസ് ലെവൽ നല്ല കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നമ്മളെ ബ്രെയിനിൻ്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. അതാണ് ഡിസിഷൻ മേക്കിങ്ങും ലോജിക്കൽ തിങ്കിങ്ങിനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ആക്ടിവിറ്റി ഭയങ്കര ലോ ആയിരിക്കും ഒരു ഇമോഷണൽ പെയിനിൽ കൂടെ ഗോ ത്രൂ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ കിട്ടുന്ന അഡ്വൈസസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാൾ ഈ ഡ്രോൺ ചെയ്തുകൊണ്ടിരിക്കുക, വെള്ളത്തിൽ ഇങ്ങനെ ഇപ്പം മുങ്ങിച്ചാവുന്നുള്ള അവസ്ഥ. അപ്പോൾ പുറത്ത് നിന്ന് നമ്മൾ അയാൾക്ക് സ്വിമ്മിങ് ടെക്നിക്ക് അല്ലല്ലോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഫസ്റ്റ് അയാൾ എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താന്നല്ലേ നോക്കേണ്ടത്. എന്നിട്ട് കരയിൽ എത്തിക്കഴിഞ്ഞ് വേണമെങ്കിൽ സ്വിമ്മിങ് ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കാം. കുട്ടികൾക്ക് സ്വന്തമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ അറിയില്ല. ദേ നീഡ് കോ റെഗുലേഷൻ. അപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ കൂടെ പോയി ഇരിക്കുക, മേ ബി ടച്ച് അല്ലെങ്കിൽ പ്രസൻസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതൊക്കെ ആ കുട്ടീനെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പേരൻസിൻ്റെ വിചാരം പെട്ടെന്ന് തന്നെ അഡ്വൈസ് കൊടുത്ത് പെട്ടെന്ന് തന്നെ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിച്ച് ആ കുട്ടിയുടെ ഇമോഷണൽ പെയിൻ, ഇമോഷൻസ് ഒക്കെ പോകുമെന്നാണ്, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി റോങ്. അതുകൊണ്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇമോഷണൽ റെഗുലേഷൻ ആണ്. ഒരു കുട്ടീനെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക അതിൻ്റെ ഇമോഷൻസിനെ. അത് കഴിഞ്ഞ് കുട്ടി ഒന്ന് കാം ഡൗൺ ആയാൽ വെൻ യു ഗിവ് അഡ്വൈസ് ചിലപ്പോൾ കുട്ടിക്ക് അഡ്വൈസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും.